മിനിറ്റ്സിൻ്റെ ഒരു വാചകം കൂടി, ഒരു വാക്യം കൂടി വായിക്കാം. ആദ്യം തുരങ്കത്തിൻ്റെ വയനാട് ജില്ലയിലെ മേപ്പാടി ഭാഗമാണ് സന്ദർശിച്ചത്. 25-ാം തീയതി ഈ സംഘം, അതായത് പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോയി കണ്ട സ്ഥലമെന്ന് പറയുന്നത് ഈ മേപ്പാടി ഭാഗമാണ്. അവിടെയാണ്, അതിനോട് ചേർന്ന ഭാഗത്താണ് ഇതാ ഇപ്പോൾ ഈ മഹാദുരന്തം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം, പൊതുമരാമത്ത് മന്ത്രിയുടെ പ്രതികരണം, മറ്റു മന്ത്രിമാരുടെ പ്രതികരണം ഒക്കെ യഥാർത്ഥത്തിൽ കേരളത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലായി. അതായത് കരാറുകാരൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും സാധാരണക്കാരല്ല. അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ നമ്മൾ അധികാരത്തിലിരുത്തിയ, കേരളം അധികാരത്തിലെത്തിയ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ പ്രതിനിധികളും അതിൻ്റെ തലവനുമാണ് പറയുന്നത് കരാറുകാരൊന്നും ചെയ്തില്ല. വളരെ വിചിത്രമാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയേണ്ടി വരുന്നു. മനുഷ്യർ മരിച്ചു, 4-5 ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ. ആ ഭീതിജനകമായ വിധത്തിലാണ് നമ്മൾ കാണുന്ന ടാങ്കറൊക്കെ ഈ മണൽക്കൂന വെള്ളത്തിൽ ആ ശക്തിയിൽ ഇങ്ങനെ പുറകോട്ട് വരുന്നു. അതിനടിയിൽപ്പെട്ട് പോകുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നു. ഒരു സ്റ്റേറ്റിൻ്റെ ഭരണാധികാരികൾ പറയാണ് കരാറുകാർ മണ്ണ് നീക്കിയില്ല എന്ന് പറയുന്നൊരു നിസ്സഹായതാ രൂപത്തിലാണ് അവർ നിൽക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ എങ്ങനെ കേരളത്തിൽ, കാരണം നമുക്ക് കഴിഞ്ഞൊരു 10 വർഷക്കാലമായിട്ട് അറിയാം, ഇപ്പോൾ ഇതൊരു മാൻമെയ്ഡ്, ഇതൊരു മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ്. മുമ്പുണ്ടായത് റജി പറഞ്ഞ പോലെ പ്രകൃതി ദുരന്തങ്ങളാണ്. അന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ, തെരച്ചിൽ, അതിൻ്റെ പരമാവധിയിൽ നിന്ന് കേരളം നടത്തിയൊരു ഫൈറ്റുണ്ട്. അതിൽ നിന്ന് നമ്മൾ എവിടോട്ടാണ് പോകുന്നത്? നമ്മുടെ ഭരണാധികാരികൾ തന്നെ, നേരത്തെ രതീഷ് പറഞ്ഞല്ലേ, ധൈര്യം പകരേണ്ട ഭരണാധികാരികൾ തന്നെ പാനിക്കായി പോകുന്ന നിലയിൽ നിൽക്കുന്നു. യോഗമെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാലോ ശ്രീ ജയചന്ദ്രൻ? സ്ഥലത്തെ കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞാലേ, ഇത് ഒരു മലയിടിച്ചിൽ മൂലം ഒരു ദുരന്തം ഉണ്ടായതല്ലോ കള്ളാടിൽ. ഈ കള്ളാടി ദുരന്തം എന്ന് പറയുന്നത് അത് അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണൊലിച്ചുണ്ടായ ദുരന്തമാണ്. ഈ മണ്ണൊലിച്ച് ദുരന്തം ഉണ്ടാവാൻ കാരണക്കാരാരാണ് എന്നുള്ളത് ആണിപ്പോൾ തപ്പി നടക്കുന്നത്. അതിനാണ് അഡ്വാൻസായിട്ട് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി, പിന്നെ PWD മന്ത്രി ഒക്കെ പലയിടത്തായിട്ടിരുന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ടൊരു പ്രശ്നം ശരത്ത് ഇവിടെ ഇപ്പോൾ വായിച്ചല്ലോ തീരുമാനങ്ങളൊക്കെ. അതിൽ മഴയുടെ അളവ്, ശക്തി കൂടുന്നത് നിരീക്ഷിക്കണം എന്ന് പറഞ്ഞൊരു തീരുമാനമില്ലേ ശരത്തെ? രണ്ടാമത്തെ തീരുമാനം അതാണെന്ന് എനിക്ക് തോന്നുന്നു. മൂന്നാമത്തെയോ? അതുണ്ട്. രണ്ടാമത്തെ, ശക്തമായ മഴ ഉണ്ടാകുമ്പോൾ സാധ്യതയുള്ള പ്രദേശത്ത് എല്ലാ ദിവസവും മഴയുടെ അളവ് നിരീക്ഷിക്കുകയും അത് 250 mm കൂടുതലായാൽ എല്ലാ പ്രവൃത്തിയും നിർത്തിവെക്കാനും തീരുമാനിച്ചു. എല്ലാം ഗംഭീരമായി ചെയ്തല്ലോ. ഈ പിന്നെ മഴയുടെ അളവ് നിരീക്ഷിക്കാൻ മഴയുടെ അളവ് നിരീക്ഷിക്കാൻ ഈ പ്രദേശത്ത് ഒരു മഴമാപിനി പോലും വെച്ചിട്ടില്ല എന്ന ദയനീയമായ യാഥാർത്ഥ്യം നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഈ ഭരണക്കാരെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ ഇവിടെ അവരുടെ പ്രതിനിധിയായിട്ടുള്ളത് റജിയാണല്ലോ. റജി അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. റജി ഒരു മഴമാവിന് പോലും അവിടെ വെച്ചിട്ടില്ല കേട്ടോ. ഈ മഴമാവിന് എന്തിനാണ്? മഴയുടെ അളവ് അറിയാനാണല്ലോ. 1000 രൂപ താഴെ മാത്രം മുടക്ക് വരുന്ന ഒരു ഉപകരണമാണത്. അപ്പോൾ അത്രയ്ക്കുള്ള അത് നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? അത്രയ്ക്ക് തികഞ്ഞ അനാസ്ഥയാണ് ഈ ബന്ധപ്പെട്ട തീരുമാനങ്ങളുടെ എല്ലാം നടത്തിപ്പിലുണ്ടായിട്ടുള്ള. തീരുമാനങ്ങളെല്ലാം വായിച്ചാൽ പിന്നെ മിടുമിടുക്കുള്ള ഉദ്യോഗസ്ഥരുണ്ടാക്കിയ തീരുമാനമാണ്. എല്ലാം വളരെ മെച്ചപ്പെട്ടതെന്ന് തന്നെ പറയണം തീരുമാനങ്ങളെല്ലാം. പക്ഷേ ഈ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ഒരു മഴമാപിന് പോലും സ്ഥാപിക്കാനായി ഈ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അത് മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ്? ഇപ്പോൾ ഈ പറഞ്ഞ കമ്പനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തത്? ഈ മണ്ണ് നീക്കം ചെയ്യാൻ സ്ഥലം ഞങ്ങൾക്ക് തരണം, ആ സ്ഥലത്തിൻ്റെ വാടക വരെ ഞങ്ങൾ കൊടുത്തോളാം. പക്ഷേ അത് ആരും പരിഗണിച്ചു പോലുമില്ല. ഇതാണ് പിന്നെ ഇവരുടെ പ്രതിനിധികൾ പറയുന്നത്, കമ്പനി പ്രതിനിധികൾ പറയുന്നത്. എന്താണ് മറുപടി? സ്ഥല MLAക്ക്, മന്ത്രിക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് ഇതിപ്പോൾ വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയാണല്ലോ സുപ്രീം കോടതി വരെ നോട്ടീസും കൊണ്ടുപോയത് തുരങ്കപാതയ്ക്കെതിരെ. സുപ്രീം കോടതി അന്നേരം തള്ളിയില്ല ഈ സാധനം. അത് കഴിഞ്ഞല്ലേ പിന്നെ ഈ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വായടയ്ക്കാൻ നിർബന്ധിതരായത്. എന്നിട്ടും പരിസ്ഥിതിവാദികൾ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇപ്പം ഇന്നത്തെ ഈ സംഭവം നോക്കൂ. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന സംഭവം ഊരാളുങ്കിലെങ്ങാനും ആയിരുന്നു ഈ കോൺട്രാക്ട് എടുത്തിരുന്നെങ്കിലോ എന്ന് ചേർത്ത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി. ഉണ്ടാവുന്ന കോലാഹലം
ഇപ്പൊ ഈ കമ്പനി ആയതുകൊണ്ട് അത് മിണ്ടാൻ കഴിയില്ല. ഇന്ന് രാവിലെ അങ്ങനെ ആഗ്രഹിച്ച പലരും ഉണ്ട് കേട്ടോ. ഉണ്ട്. അല്ല ഇപ്പോ ഈ ചർച്ചയിൽ പിന്നെ നമ്മുടെ പ്രിയ സുഹൃത്തായ റെജി എന്താണ് ആഗ്രഹിക്കുന്നതെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നല്ലോ. പിണറായി വിജയനാണത്രേ കഴിഞ്ഞ വർഷം ഇത് ഉദ്ഘാടനം ചെയ്തത്. അതാണിപ്പോൾ ഇവിടെ ഉടനെ പിന്നെ കോയിൻസൈഡ് ചെയ്യേണ്ട കാര്യം അതല്ലേ. പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അതാണ് റെജി ഉദ്ദേശിക്കുന്നത് പറഞ്ഞു വെക്കാൻ. കേൾക്കുമ്പോൾ അങ്ങനെ ദുർവ്യാഖ്യാനമാണ് താങ്കളുടെ ആഗ്രഹമെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ആർക്കും തോന്നും കേട്ടോ. അപ്പോൾ ഈ പ്രകൃതി സ്നേഹികൾ അങ്ങനെ കൂടുതൽ ഞെളിയൊന്നും വേണ്ട. ഇത് വെസ്റ്റേൺ ഗഡ്സിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇത് അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് ഒലിച്ചുണ്ടായ പ്രശ്നമാണിത് കേട്ടോ. അതൊന്ന് പ്രകൃതി സ്നേഹികളായ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനങ്ങ് പറഞ്ഞുള്ളേ ഉള്ളൂ പച്ചയ്ക്ക്. അപ്പം ആ തരത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ ഇനിയും എന്ത് പറഞ്ഞാണ് ഈ യു ഡി എഫിൻ്റെ പ്രതിനിധികളായിട്ട് ചർച്ചകൾ വന്നിരിക്കുന്നവരും ദയനീയമായി ന്യായീകരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഇവർക്ക് ആരോടാണ് പ്രതിബദ്ധത? ശരത്തെ, PWD മന്ത്രി ഡൽഹിയിൽ നിന്ന് പറയുന്നത് കേട്ടില്ലേ? പിന്നെ ഒരു മന്ത്രി ആയതുകൊണ്ടും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളായതുകൊണ്ടും മാത്രമാണ് പുച്ഛം തോന്നുന്നു എന്ന് ഞാൻ പറയാത്തത് കേട്ടോ റജി. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ പദം തന്നെ പ്രയോഗിക്കുക. അതിലൊരു കാര്യമുണ്ട് ശ്രീ ജയചന്ദ്രൻ, മഴ പെയ്താൽ റോഡിൽ കുഴി ഉണ്ടാകും എന്ന് പറയുന്ന അതേ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ഇതിനെയൊക്കെ കാണുന്നത്. അദ്ദേഹം പറഞ്ഞു വിട്ടിട്ടാണ് ഈ PWDയുടെ സ്പെഷ്യൽ സെക്രട്ടറി അവിടെ പോയി യോഗം ചേർന്നത്. എന്നിട്ടും വകുപ്പിൻ്റെ തലയിൽ വെക്കണ്ട എന്ന് പറഞ്ഞ് ചിന്തിച്ച് ജീവിക്കുന്നൊരു മന്ത്രി ഈ നാട്ടിലുണ്ട് ഇതുപോലെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ന് വന്നാലോ? അതെ. പിന്നെ ശരത്ത് കൃത്യമായിട്ടാണത് പറഞ്ഞത്. പിന്നെ ഈ ഇത്രയധികം ലാഘവത്തോടെ നിർലജ്ജം ഇത്തരം കാര്യങ്ങളെപ്പറ്റി യാതൊരു പിന്നെ ഈ എന്താ പറയുന്നത് ഫീഡ്ബാക്സ് എടുക്കാതെ ഇദ്ദേഹത്തിന് കിട്ടാൻ എന്തെല്ലാം ഫീഡ്ബാക്സ് ഉണ്ട് റജി. അദ്ദേഹം ആ മന്ത്രിയുടെ കസേര ഇരിക്കുന്ന ആളല്ലേ. ഫോൺ ചെയ്താൽ കിട്ടുമല്ലോ വിവരങ്ങൾ ഇല്ലേ? ഇതൊന്നും ഇല്ലാതെ വിളിച്ച് പറയുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? ജനങ്ങളുടെ ദുരന്തമൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. ഇതൊക്കെ ആരുടെയെങ്കിലും പുറത്ത് ചാരാനാണോ വ്യഗ്രത കാണിക്കേണ്ടത് ഈ സമയത്തെങ്കിലും? ഇത് കേരളത്തിൽ ഇപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊരു ദുരന്തം വളരെ ലഘുവാണിത്. പക്ഷേ അവിടെ ഉണ്ടായത് ആൾക്കാരുടെ ജീവൻ പോവുക തന്നെയല്ലേ. ആൾക്കാരുടെ ജീവൻ പോയ ആ സാഹചര്യത്തിലല്ലേ നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ആ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഉത്തരവാദികൾ ആരൊക്കെയാണ്? മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കൈ എഴുതാൻ പറ്റുമോ റജി? മാൻമെയ്ഡ് ഡിസാസ്റ്ററിന് ഒരു കോസ് ആൻഡ് റീസൺ ഉണ്ടാവണമല്ലോ. ആ കോസ് എന്താണ്, റീസൺ എന്താണ്, അതാണ് നിങ്ങൾ പറയേണ്ടത്. ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കേരള ജനതയോട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി.